സ്നേഹമുള്ളവരെ, ഒരു ചെറിയൊരു സംഭവം ഇങ്ങനെ ഓർത്തു പോവുകയാണ്. ഞാനൊരു പള്ളിയിലായിരിക്കുമ്പോൾ ഒരു ദിവസം ഒരു പയ്യൻ വന്നിട്ട് അച്ഛൻ ഒന്ന് ഫോട്ടോ എടുത്താലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവനുമായിട്ട് ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഞാനിങ്ങനെ നോർമലായിട്ട് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാണ്. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, അച്ഛാ കുറച്ചും കൂടി ഒന്ന് ആറ്റിറ്റ്യൂഡ് ഇട്ട് നിൽക്കണം. കാരണം ആറ്റിറ്റ്യൂഡ് ഇട്ട് നിന്നാലാണ് നമ്മൾ ഈ ഫോട്ടോയൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിന് കൂടുതൽ ലൈക്കും ഷെയറൊക്കെ കിട്ടുള്ളൂ. ഞാനിങ്ങനെ ആലോചിച്ചു, എന്താണ് ഈ ആറ്റിറ്റ്യൂഡ്? പിന്നെ ഞാൻ അതിനെക്കുറിച്ചൊന്നും ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ പലരും ഇപ്പോൾ ആറ്റിറ്റ്യൂഡുകൾ ഇട്ട് നിന്നാൽ മാത്രമാണ് ഈ സമൂഹത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ള വലിയൊരു തത്വം എനിക്കന്ന് മനസ്സിലായി. ഞാനിങ്ങനെ അതിനുശേഷം ഇങ്ങനെ വചനമൊക്കെ വായിച്ച് ധ്യാനിക്കുന്ന സമയങ്ങളിൽ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, സുവിശേഷത്തിൽ ഇങ്ങനെ ആറ്റിറ്റ്യൂഡ് ഇട്ട് നിൽക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടോ? അങ്ങനെ ഞാനിങ്ങനെ വചനം വായിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വ്യക്തിയെ എനിക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചു. അതാരാണെന്നല്ലേ? ഇന്നത്തെ ദിവസം നമ്മൾ പ്രത്യേകമായിട്ട് സഭയിൽ തിരുനാൾ ആചരിക്കുന്ന വിശുദ്ധ ജോൺ ദി ബാപ്റ്റിസ്റ്റ്, സ്നാപക യോഹന്നാൻ. അപ്പോൾ എന്താണ് ഇദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ്? വെറുതെ ഒന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ ഒരു ചെറിയൊരു യാത്ര നമുക്കൊന്ന് പോയി നോക്കാം. സുവിശേഷത്തിൽ കാണുന്നുണ്ട്, മത്തായിയുടെ സുവിശേഷത്തിൽ സ്നാപക യോഹന്നാൻ തൻ്റെ അടുക്കിലേക്ക് വരുന്ന ആളുകളെ സ്നാനപ്പെടുത്താനായിട്ട് നിൽക്കുകയാണ്. ജലം കൊണ്ടുള്ള സ്നാനമാണത്. അതിൽ ആളുകൾ വരുമ്പോൾ പെട്ടെന്നുള്ളൊരു സ്നാനമൊന്നല്ല നൽകുന്നത്. അതിനു മുമ്പ് ഒത്തിരിയേറെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് സ്നാപക യോഹന്നാൻ അവർക്ക് സ്നാനം നൽകുന്നത്. എന്താണ് പറയുന്നത്? നീ വായോ, ഇവിടെ വന്ന് നിൽക്ക്, അതൊന്നല്ല പറയുന്നത്. അണലി സന്തതികളെ, ആസന്നമായ ക്രോധത്തിൽ നിന്ന് ഓടിയകലുവിൻ. നല്ല കാര്യമൊന്നല്ല പറയുന്നത്. പക്ഷേ ഇതൊന്നും കേട്ടിട്ട് ആളുകൾ സ്നാപക യോഹന്നാന്റെ അടുക്കൽ നിന്ന് പോകുന്നില്ല. വളരെയേറെ ആറ്റിറ്റ്യൂഡ് ഇട്ട് നിൽക്കുന്ന ഒരു മനുഷ്യന്റെ മുൻപിൽ ഒത്തിരിയേറെ ജനങ്ങൾ സ്നാനപ്പെടാനായിട്ട് ശിരസ് കുനിക്കുകയാണ്. ഈ സ്നാപക യോഹന്നാന്റെ ആറ്റിറ്റ്യൂഡിൽ ഒരു ചെറിയൊരു മാറ്റം വരുന്നുണ്ട്. അത് ഈശോ വരുമ്പോഴാണ്. ഈശോ വരുമ്പോൾ ഈ സ്നാപക യോഹന്നാന്റെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം വരുന്നു. ഇനി മുതൽ ഞാനല്ല, എന്നേക്കാൾ വലിയവനായ ഒരുവൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടെന്ന് വചനത്തിലൂടെ സ്നാപകൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കുനിഞ്ഞ് അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ലെന്ന് പറഞ്ഞ് ആറ്റിറ്റ്യൂഡൊക്കെ വിട്ടുകൊണ്ട് എളിമയുടെ തലത്തിലേക്ക് ചുരുങ്ങിപ്പോകുന്ന സ്നാപക യോഹന്നാൻ. അത് തന്നെയാണ് ഈശോ ഇപ്രകാരം യോഹന്നാനെ നോക്കി പറയാൻ കാരണം. സ്ത്രീകളിൽ ജനിച്ചതിൽ വെച്ച് ഏറ്റവും വലിയവനാണ് സ്നാപക യോഹന്നാൻ. സ്നേഹമുള്ളവരെ, സ്നാപക യോഹന്നാന്റെ തിരുനാളിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട വലിയൊരു വസ്തുത അത് ഇത് തന്നെയാണ്. എൻ്റെ ആറ്റിറ്റ്യൂഡുകളൊക്കെ മാറ്റിവെച്ച് ഈശോയുടെ മുൻപിൽ എളിമയോടുകൂടെ വിനയത്തോടുകൂടെ നമ്മൾ വർത്തിക്കുകയാണെങ്കിൽ, ജീവിക്കുകയാണെങ്കിൽ ദൈവം നമ്മെ ഉയർത്തുന്ന വലിയ ഒരു അത്ഭുതം, അനുഭവം നമ്മുടെ ജീവിതങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. ഈശോയുടെ സ്നാപകൻ ചോദിക്കുന്നുണ്ട്, നീ എൻ്റെ മുമ്പിൽ ശിരസ് കുനിക്കുകയാണോ? ഞാൻ നിനക്ക് ജലം കൊണ്ട് സ്നാനം നൽകുന്നു, പക്ഷേ നീ പരിശുദ്ധാത്മാവിനെ കൊണ്ട് സ്നാനം നൽകുന്നവനാണ്, ആത്മാവിനെ കൊണ്ട് സ്നാനം നൽകുന്നവനാണ്. ഈശോ പറയുന്നു, ഇത് ഇപ്പോൾ അനിവാര്യമാണ്, നീ എനിക്ക് സ്നാനം നൽകണം. ഈശോയുടെ എളിമയും ഇവിടെ നമ്മൾ കാണേണ്ടതാണ്. ഒരു മനുഷ്യന്റെ മുൻപിൽ ശിരസ് നമിക്കുന്ന ഈശോയുടെ ആ എളിമയുടെ ആ പ്രതിരൂപം നമുക്ക് നമ്മുടെ ജീവിതങ്ങളിലേക്ക് പകർത്താനായിട്ട് സാധിക്കട്ടെ. നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈശോയാണ്. ഈശോയെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന സ്നാപക യോഹന്നാന്റെ ആ ജീവിത മാതൃക നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. തുറന്നു പറയാനുള്ള ചങ്കൂറ്റം അതൊരിക്കലും നഷ്ടപ്പെടുത്താതെ എളിമയോടുകൂടെ ഈ സമൂഹത്തിൽ ജീവിക്കുവാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.